നമ്മളതല്ല. അടുത്ത അപ്പാർട്ട്മെൻറ്റിൽ ഏതോ ഒരു കുഞ്ഞ് വന്ന് ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ആ ബോളാണ് എംബ്രു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അതിന് മുന്നേ നമ്മുടെ വ്ളോഗൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഫേവറേറ്റ് വ്ളോഗർ ആരാണ്? എൻ്റെ ഫേവറേറ്റ് വ്ളോഗർ എന്ന് പറയുന്നത് തനി മലയാളിയാണ്. അപ്പോൾ നിങ്ങളുടെ ആരാണെന്ന് നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അൽക്കോർ മാളിൽ വന്നിട്ടുണ്ട്. ഇവിടെ മദർ കെയറിൽ വന്ന് ഒരു എംബ്രൂനുള്ള ഒരു ബോട്ടിൽ 360 ഡിഗ്രി ട്രെയിനർ കപ്പ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് എംബ്രൂനെ കൊണ്ട് നേരെ കളിക്കാൻ വേണ്ടിയിട്ട് ഫൺ വില്ലയിൽ വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഉറക്ക ക്ഷീണം ആയതുകൊണ്ട് അധികം ആളിരുന്ന് നല്ല രീതിയിൽ കളിക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. എംബ്രൂൻ്റെ ഗ്രോത്ത് കണ്ട് ഞാൻ തന്നെ പലപ്പോഴും ഞെട്ടിപ്പോകാറുണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്നത് പോലെ നോക്കി വെച്ച് ചെയ്യുന്നതൊക്കെ കാണുമ്പോഴേ എനിക്ക് തന്നെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ജനറേഷൻ ഏതാണെന്ന് പോലും മനസ്സിലാവാത്തൊരവസ്ഥയാണ്. സ്വന്തമായിട്ട് ടാപ്പൊക്കെ ചെയ്ത് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ നേരെ ലുലുവിൻ്റെ അകത്ത് കയറിയേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു കാറില്ലേ, ഈ ഒരു ഷോപ്പിംഗ് കാർട്ട് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുക. ഇങ്ങനെ വരുമ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ ബേബീസ് ഇരുന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിതുവരെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിന്ന് വെറുതെ ഒന്ന് മുകളിലൊക്കെ പോയി ഫൺ വില്ലയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരാളിങ്ങനെ, അതായത് സ്റ്റാഫ് തള്ളിക്കൊണ്ട് പോകുന്നത് കൊണ്ട് ഒരു റൂമിൻ്റെ അകത്ത് പോലെ വെക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ തൽക്കാലത്തേക്ക് QID തന്നാൽ മതി, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ QID മേടിച്ചാൽ മതി എന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു ഷോപ്പിംഗ് കാർട്ടും കൊണ്ടാണ് കയറി. അതുകൊണ്ട് തന്നെ എംബ്രു ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഷോപ്പിങ്ങിന് നല്ലപോലെ കോപ്പറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവൻ മര്യാദയ്ക്ക് ഇരിക്കേയില്ല, അവൻ്റെ പുറകെ ഓടണം. ലുലുവിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു. ഇപ്പം റെൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ മന്തിലെ റെൻറ്റ്. അപ്പം ബോട്ടിലെടുത്താണ്. റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നത്. അതായത് ഞാനാണെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഹോം ടൂർ വേണമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കോമൻറ്റ് ചെയ്യണേ. ഹോം ടൂർ കാണാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത് താമസിയാണ്ട് ചെയ്യാം. അതിന് മുന്നേ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹോം ടൂർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എംബ്രു എല്ലാം എടുത്ത് എറിയല്ലേ. എംബ്രു ആണെങ്കിൽ എല്ലാ സാധനവും എടുത്ത് ഇവിടെ നിന്ന് എറിയുന്നുണ്ട് കാറിൽ. അപ്പോൾ റീക്ക പോയിരിക്കുകയാണ് റെൻറ്റ് കൊടുക്കാൻ വേണ്ടി. ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നു. ലുലുവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ കമ്പനി വരുന്നത്. എല്ലാം വെണ്ടയ്ക്ക എടുത്ത് എന്തോ നെയ്യാണ് എംബ്രു, വെണ്ടയ്ക്ക എടുത്തിട്ട് എന്തോ നെയ്യാണ് എംബ്രു. വെണ്ടയ്ക്ക എവിടെ? വെണ്ടയ്ക്ക നല്ല വെയിലുണ്ട്. ഇപ്പോൾ സമയം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിൽ. കാറിൽ ഇരുന്നപ്പോൾ വെയിലടിക്കുന്നു. ഒന്നും ചെയ്യല്ലേ എംബ്രു, വെണ്ടയ്ക്ക വെഴുക്ക് വെക്കാനുള്ളതാണ്. സാധനങ്ങളെല്ലാം ഇപ്പോൾ ഇവനെ പേടിച്ചാണ് ഫ്രണ്ട് സീറ്റിൽ വെക്കാറുള്ളത്. ഇതിപ്പോൾ റെൻറ്റ് കൊടുക്കാൻ പോകാണ്ട് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് വരവയാണേ. തക്കാളിയുടെ കവറൊക്കെ എടുത്ത്, തക്കാളി ആദ്യം കടിച്ചൊക്കെ നോക്കിയാൽ കവർ വഴി. ഇപ്പോൾ ഈ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു മെനക്കെട്ട പരിപാടി എന്ന് പറയാൻ വേണ്ടിയിട്ട്. എല്ലാ സാധനങ്ങളും മേടിക്കണം, പിന്നെ ഇതെല്ലാം കൊണ്ടുപോയി അടുക്കി പറക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ള, ഫ്രിഡ്ജിൽ വെക്കണം, പുറത്ത് വെക്കാനുള്ള മാറ്റി തിരിഞ്ഞ് പുറത്ത് വെക്കണം. എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ വീക്ക്ലി പോയി, വീക്ക്ലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഒക്കെ പോയി ഇതുപോലെ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ എംബ്രുവിനെ നേരെ TV ഇട്ട് കുറച്ച് നേരം ചെയറിലിരുത്തിയേ. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് രസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രസം എടുത്ത് ഫ്രിഡ്ജിലോട്ട് ആദ്യം തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസൊക്കെ രാവിലെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു. പിന്നെ അരിഞ്ഞൊക്കെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നേ. ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ കിച്ചണിൽ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്യണം. റീക്കാക്ക് പോകാനുള്ള സമയമായി കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ കുക്കറൊക്കെ വെച്ചിട്ടുണ്ട് ഓൾറെഡി. എൻ്റെ വീട് കത്തിപ്പോവാത്ത ഭാഗ്യം. കുക്കർ വെച്ചിട്ട് ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കുക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. എൻ്റെ എല്ലാ അടുപ്പും ബിസിയാണ്. എല്ലാം ഞാൻ കത്തിച്ചിട്ടുണ്ട്. ആദ്യം ഒരെണ്ണത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു, പിന്നെ എംബ്രുവിനുള്ള സ്നാക്ക് റെഡിയാക്കി, പിന്നെ ചായ ഇടുന്നുണ്ട്, പിന്നെ കറി വെക്കുന്നുണ്ട്. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്ത് പറയാനാണ്, ഞാൻ ഭയങ്കര ഫാസ്റ്റാണ്, എല്ലാം പെട്ടെന്ന് ചെയ്യും. അതായത് സ്ലോ കുക്കിംഗ് ഒന്നുമല്ല, പെട്ടെന്ന് ഷടപടേന്ന് എല്ലാം കുക്ക് ചെയ്യും. അങ്ങനെ എന്നെ പോലെ കുക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യണേ. അതായത് സ്ലോ കുക്കിംഗ് അല്ലാണ്ട് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് കോമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഡിന്നറിന് റീക്കാക്ക് കുറച്ച് ഗ്രേപ്സും അതുപോലെ സാലഡൊക്കെ അരിഞ്ഞ് വെച്ചേ. അതും പിന്നെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും 2 ചുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി കുറച്ച് നേരം സമാധാനത്തിലിരുന്നു ചായ കുടിക്കണം. ചായയൊക്കെ ആറി തണുത്ത് പച്ചവെള്ളം, ഇനി ചൂടാക്കണമെന്ന് വയ്യ. തൽക്കാലത്തൊക്കെ തന്നെ ഞാൻ കുടിച്ചു.
ഗൈസ് ഇതിപ്പോൾ ഞങ്ങൾ ലുലുവിൽ മദർ കെയറിൽ പോയപ്പോൾ മേടിച്ച 360 ട്രെയിനർ കപ്പാണേ. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ സംഭവം. ഇതിപ്പോൾ ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ബേബീസില്ലേ, ബേബീസിന് ഇപ്പോൾ എമ്മറ് കുടിക്കുന്നത് സ്ട്രോ ഉള്ള, അവൻ്റെ വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത് സ്ട്രോ ഉള്ളതാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് എമ്മറുവിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത്. ഇതിൽ സ്ട്രോ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും അവർക്ക് ഗ്യാസ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള കപ്പാണെങ്കിൽ, ഇത് സാധാരണ നമ്മൾ കപ്പില്ലേ അതുപോലെ വാട്ടർ കുടിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. ഇതുവഴി കുടിക്കുമ്പം ഇവ ഇങ്ങനെ കുടിക്കുമ്പോൾ വരുമെന്ന് തോന്നുന്നു. ഇനി വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. ഇതെന്തോ ഓപ്പൺ ചെയ്യണമെന്ന് തോന്നുന്നു. നിൽക്ക് വാവേ, അകത്തൊരു പേപ്പർ കിടപ്പുണ്ട്. ഇത് ഓപ്പണായി. ഞാൻ കറക്കിയപ്പോൾ ഓപ്പൺ ആയേട്ടാ. ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഒഴിക്കാം. പേപ്പർ എടുക്കട്ടെ. പേപ്പർ എടുക്കട്ടെ. പേപ്പർ വന്നില്ല. കണ്ട, ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത് വെച്ച് അടയ്ക്കാവേ. ഇതിപ്പോൾ ഞാൻ കഴുകി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് എമ്രൂന് കുടിക്കാൻ കൊടുത്ത് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഗ്യാസ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ടോഡ്ലർ കപ്പ് എന്നും പറയും. 360 ടോഡ്ലർ കപ്പ്. നമ്മൾ സാധാരണ കപ്പിൽ കൊടുക്കുന്ന പോലെ വെള്ളം ബോട്ടിലിൽ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ, അവർ തന്നെ കുടിച്ചോളും. ഗ്യാസ് കയറൂല എന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എന്തുകൊണ്ടും നിങ്ങൾ മേടിച്ചാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ബേബീസൊക്കെ വെള്ളം കുടിക്കുന്ന സമയത്തെ ഈ ഒരു 360 കപ്പ് മേടിച്ച് കൊടുത്താൽ മതി. ബോട്ടിൽ മേടിച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ വീട്ടിലുള്ള ടംബ്ലറില്ലേ, ടംബ്ലറിന് തന്നെയല്ലോ പറയണല്ലേ, കപ്പുണ്ടല്ലോ, കപ്പിൽ കൊടുത്താലും മതി വെള്ളം. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എമ്രൂനൊന്ന് കൊടുത്തു നോക്കാം. വാട്ടർ ബാ കുടിക്ക്, വാട്ടർ കുടിക്ക്. എമ്രൂന് കുടിക്കാൻ അറിഞ്ഞുകൂടാ. ഈ കപ്പ് ആദ്യമായിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. അവൻ കാണുന്നതേ ആദ്യമായിട്ടാണ്. ഇങ്ങനെ കുടിക്കാം ബ്രോ. അങ്ങനെ തന്നെ കുടിക്കേ. അവൻ കുടിക്കാന്നാണ് പറയുന്നത്. വെള്ളമൊന്നും പോയില്ലെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടില്ല. കുറച്ചുകൂടെ നല്ല രീതിയിലേ ഒന്ന് ബോട്ടിൽ ഇങ്ങനെ കമിഴ്ത്തിയാലേ വരുള്ളൂ. അവൻ വാ വെള്ളം കുടിക്കാം വാ. ഇങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊക്കെ ഓരോ ഇത് കൊടുത്ത് ശീലമാക്കുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ലല്ലോ കുടിച്ച്. മറ്റേ സ്ട്രോ ബോട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. അവന് കുടിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു ഈ സ്ട്രോ എങ്ങനെ. വാട്ടർ വന്നെന്ന് തോന്നുന്നു. ഇതിലാണ് ആ ഹോള് വരുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാവേ. ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ വെള്ളം ഈ ഒരു സംഭവം ലോക്കായിരുന്നോളും. ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും ബോട്ടിലിൻ്റെ അകമൊക്കെ. അപ്പം ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഗൈസ് ഇവിടെ കണ്ട ഈ സൈഡിൽ പ്ലസ് പോലെ കണ്ട, ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. പ്ലസ് പോലെ കാണുന്ന കണ്ട, അത് ചെറിയ ഹോളാണ്. അതിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അവർ കുടിക്കുമ്പോൾ വെള്ളം അതിലൂടെ വരും. ഓവറായിട്ട് വരെയില്ല, ചെറിയ 2 ഹോളല്ലേ ഉള്ളൂ. കുടിക്കാൻ കൊടുത്തപ്പോൾ അവൻ ബോട്ടിലും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ കാര്യത്തിൽ വെള്ളമൊക്കെ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോഴത്തേക്കും ഇവൻ പിടിച്ചപ്പോൾ അതിൻ്റെ അടപ്പൂരി വന്നേ. ഞാൻ ടൈറ്റായിട്ട് അടച്ചു വെച്ചില്ല. അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ ഇവനാണെങ്കിൽ ആ കപ്പ് വേണം, പുതിയ കപ്പല്ലേ, ആകെ പ്രശ്നമായി. വെള്ളം വീണ് പിന്നെ അതിൽ ചറുകുമെന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തുടയ്ക്കാനൊക്കെ നോക്കി. അതിൻ്റെ ഇടയിൽ തന്നെ അവൻ ചറുകി വീഴുകയും ചെയ്ത്. മൊത്തത്തിൽ ഒരു വശപ്പെശക് അല്ല, എന്താണ്, ഒരു കലാശ കൊട്ട് കഴിഞ്ഞെന്ന് വേണം പറയാം. എന്നിട്ടൊക്കെയാണ് ഇവൻ ഈ വെള്ളമൊക്കെ ഞാൻ കുടിപ്പിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പുതിയതായിട്ട് ഒരു ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. അതായത് അവർക്ക് അറിഞ്ഞൂടല്ലോ, അവർ കുടിച്ച് ശീലമില്ലല്ലോ. ആദ്യമൊക്കെ എന്താണ്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് ബോട്ടിലില്ലേ, അവരുടെ ഫീഡിങ് ബോട്ടിലായിരിക്കുമല്ലോ വെള്ളം സാധാരണ എല്ലാവരും കൊടുക്കാറുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ആദ്യം മുതൽ ഇവനൊരു ബോട്ടിൽ അല്ലാണ്ട് സെപ്പറേറ്റ് ബോട്ടിൽ മേടിച്ചാണ് അവന് വെള്ളം കൊടുത്തോണ്ടിരുന്നത് കേട്ടോ. ഇതുപോലെ ഇപ്പം ഞാൻ കാണിച്ചതല്ലേ, അവൻ
ഈ ബോട്ടിലല്ല, അതിന് മുന്നേ, അതായത് അവനിപ്പോൾ കറൻ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ ബോട്ടിൽ സ്ട്രോ അതുപോലത്തെ ബോട്ടിലും അത് വന്നിട്ട് ആക്ച്വലി 9 months+ വരുന്ന ഒരു ബോട്ടിലാണ്. അതിന് മുന്നേ വേറൊരു ബോട്ടിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലും ഇവൻ ഈ സ്ട്രോ വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞൂടായിരുന്നു. പിന്നെ കുടിച്ച് വന്നപ്പോഴാണ് ശീലമായത്. ആ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം, ഇവിടെ ഉണ്ട്, കുറേ ബോട്ടിലായി. ഇതാ ഈ ഒരു ബോട്ടിൽ കാണാമോ? അപ്പോൾ ഇതിൽ സ്ട്രോ ഡിഫറെൻ്റ് ആണ്. അതായത് ഇത് 6 months+ ആണേ ഈ ബോട്ടിൽ, കണ്ട. അപ്പോൾ ഇതിൽ ചെറിയൊരു ഹോള് വരുന്നുണ്ട്, അങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും അവൻ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ കുടിച്ച് പ്രാക്ടീസായി. പിന്നെ അതിൽ നിന്ന് ഇത് മാറിയപ്പോഴത്തേക്കും അവന് പെട്ടെന്ന് ഐഡിയ മനസ്സിലായി, ഇങ്ങനെ സ്ട്രോ പോലത്തെ ആണല്ലോ, അപ്പോൾ ഒന്ന് കുടിക്കാൻ പറ്റുമെന്നുള്ള, എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിപ്പം അവൻ നേരത്തെ കുടിച്ച്, പക്ഷേ അതിൽ നിന്ന് വെള്ളം വന്നോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ശീലമായി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കപ്പ് എന്തുകൊണ്ടും യൂസ്ഫുള്ളാണ് മേടിച്ച്. ആ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ടോഡ്ലേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ബോട്ടിൽ മേടിച്ചിട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ അതിൽ നിന്ന് വെള്ളം കുടിക്കാം, എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇപ്പോൾ കുറച്ച് വെള്ളം പോയിട്ടുണ്ട് കേട്ടോ, സൗണ്ട് കേട്ട് വെള്ളം കുടിച്ചപ്പോൾ. പിന്നെ ഇതിൽ നിന്ന് പെട്ടെന്നൊന്നും വെള്ളം കളയൂല, നല്ല പോലെ ഇങ്ങനെ ഷേക്ക് ചെയ്താലേ പോവുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ ഇങ്ങനെ കമിഴ്ത്തിയാലൊന്നും വെള്ളം കണ്ടാൽ ലീക്ക് ആവൂല. കാരണം ചെറിയ 2 ടൈനി ഹോൾസ് ആണല്ലോ. ഈ ഒരു അടപ്പ് വെച്ച് നമുക്ക് മൂടി വെക്കാൻ പറ്റും. ബാഗിലൊക്കെ വേണമെങ്കിൽ വെച്ച് കൊണ്ടുപോവാം പുറത്തൊക്കെ പോകുമ്പോഴേ. അങ്ങനെ വെള്ളം കുടിക്കലും കാണിക്കലും കപ്പിൻ്റെ അൺബോക്സിങ് വീഡിയോയും ഒക്കെ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ. ഇനി നമുക്ക് കിച്ചണിൽ കയറി കാണിച്ചും കഴിഞ്ഞു, കണ്ട് മാത്രമല്ല ഞാനതെല്ലാം കാണിച്ചും കഴിഞ്ഞു. അപ്പോൾ ഇനി കിച്ചണിൽ കുറേ പാത്രം കിടപ്പുണ്ട്, അതെല്ലാം കഴുകണം. പിന്നെ കുക്കിംഗ് അല്ല, കുറച്ച് വെള്ളം പിടിക്കാനുണ്ട്. ദോശ ചുടണമായിരുന്നു. ദോശമാവിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളമില്ല, ജഗ്ഗി പിടിച്ച് വെച്ച വെള്ളമൊക്കെ ഓൾറെഡി തീർന്നു. അപ്പോൾ വെള്ളം പിടിക്കണമെങ്കിൽ ഇതാ ഈ ഒരു സാധനം ഇവിടെ ഗൾഫിൽ എല്ലാവരും വീട്ടിലും കാണുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചീത്തായപ്പോൾ നമ്മളെപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലേ. ഈ മോട്ടറാണെങ്കിൽ ചാർജ് കയറുന്നില്ല. എൻ്റെ USB കേബിളിൻ്റെ കുഴപ്പമാണോ, എൻ്റെ അഡാപ്റ്ററിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിഞ്ഞു. ഇന്ന് പുതിയൊരു USB കേബിൾ വരെ നമ്മൾ മേടിച്ചു. അങ്ങനെ ഞാൻ റീക്കാണ് ഓൾറെഡി ചാർജ് വെച്ചിട്ട് പോയത്. അപ്പം ഞാൻ ചെന്ന് എടുത്തിട്ടും അതിൽ വെള്ളം ചാർജില്ല, റെഡ് കത്തിയതുണ്ട്. അതായത് ചാർജില്ല, തീർന്നു എന്നാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ദോശയൊക്കെ ചുട്ട് എമ്രൂനുള്ള ദോശയൊക്കെ കൊടുത്ത് ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഫുഡൊക്കെ കഴിക്കണമല്ലോ. കഴിച്ചതിന് ശേഷം ഞങ്ങൾ 2 പേരും കിടന്നുറങ്ങും. എമ്രൂനുള്ള ഡിന്നറൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനും ഡിന്നർ കഴിക്കുകയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു റെസ്റ്റും ഇല്ല. ഇന്നെന്നല്ല, നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഫുൾ ബിസി ആയിരിക്കും. റീക്കൊക്കെ ഡേ ഡ്യൂട്ടി ആണെങ്കിൽ അങ്ങനെയല്ല. രാവിലെ 9 മണിയൊക്കെ ആവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. എഴുന്നേറ്റിട്ട് പിന്നെ ഇങ്ങനെയുള്ള ആഹാരമൊക്കെ കൊടുത്ത് ലഞ്ച് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത്, പക്ഷെ ഒരുപാട് സമയമുള്ള പോലെയാണ്, ഒന്നും ചെയ്യാനില്ലാത്ത പോലെ തോന്നും കേട്ടോ, വെറുതെ ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇതിപ്പോൾ ഡേ ഡ്യൂട്ടി ആയപ്പോഴത്തേക്കും രാവിലെ എഴുന്നേക്കുന്നു, പിന്നെ രാവിലത്തെ ഫുഡും, പിന്നെ തൊട്ടടുത്ത് തന്നെ ലഞ്ചും, പിന്നെ ഈവനിങ് 5:30 ആകുമ്പോൾ റീക്ക് പോകുമല്ലോ, അതിന് മുന്നേ ഡിന്നർ കുക്ക് ചെയ്യണമല്ലോ. ഇന്നിപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു. ഇന്ന് പുറത്ത് പോയി ഷോപ്പിങ്ങിന്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ എല്ലാം ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം അങ്ങ് കട്ട് ചെയ്ത് തന്നെ വെച്ച് വന്നിട്ട് ഗ്രീൻ പീസ് കറി വെക്കാമെന്നേ, അതുകൊണ്ട് ഈസി ആയിരുന്നു. അപ്പോൾ ഇതുവരെ ഇവനും ഉറങ്ങിയിട്ടില്ല. സാധാരണ ഇവ ഉറങ്ങുന്നതാണ്. എന്നാലും ഇതുപോലെ തന്നെ കഴിഞ്ഞ വ്ളോഗ് എന്തായാലും നിങ്ങൾക്കറിയാം. ഉറങ്ങിയിട്ടില്ലേ, ഉറങ്ങിയില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും നേരത്തെ ഉറങ്ങും. അപ്പോൾ ഇവൻ കിടക്കുമ്പോൾ മാത്രമേ എനിക്ക് ഇനിയിപ്പോൾ കിടക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ എനിക്ക് റെസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ടിരിക്കാം, ഇനിയിപ്പോൾ ഇവനെ ഉറക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് പറ്റി, എന്തോന്ന് വേണം? അത് പറ്റില്ല, അതിൽ വെള്ളം ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ എന്തായാലും പറഞ്ഞില്ല, ഞാൻ ഒന്നും കൺക്ലൂഡ് ചെയ്തോട്ടെ എൻ്റെ വ്ളോഗ്. അപ്പോൾ പെട്ടെന്ന് പറയാം, ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വ്ളോഗിൽ കാണാവേ. ടാറ്റാ.